വിവരങ്ങൾ നൽകി. ഇതിനിപ്പം സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർക്കെതിരെ കേസെടുത്തു. യുവനടിയുടെ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. സിനിമാ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർ ജിനുവിന് ജാമ്യം. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഞാനൊന്ന് ഉറക്കമുളച്ചൊന്ന് എണ്ണിച്ചപ്പോഴാണ് അറിയുന്നത് ജിനു ചേട്ടനെ പോലീസ് തപ്പി നടക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നത്. യുവനടിയുടെ പേരുകളും കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. പുള്ളിയുടെ വീഡിയോയിൽ കൂടെ എന്താ പറയണ്ടേ, നടിയുടെ പേരല്ല, ചില ക്ലൂവും കാര്യങ്ങളും ഒക്കെ അത് ഉറപ്പാണ്. ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ അടുത്തോട്ട് പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. എനിക്കിപ്പോഴും ആളെ ഇതുവരെ പിടിയിട്ടിട്ട് പോലുമില്ല. ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും പോയി. എന്തിനാ വെറുതെ തലവേദന എടുത്ത് വെക്കുന്നത്? ആവശ്യത്തിന് തന്നെ ഒരുപാട് തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം 2-ാം തീയതിയാണ് അദ്ദേഹം വീഡിയോയും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് അങ്ങോട്ട് അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പം ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം ജാമ്യം കൊടുത്തതിൻ്റെ വീഡിയോ വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് മാത്രം അങ്ങോട്ട് ആയതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വെക്കാം. ജിനൂസിനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കരമായിട്ട് അറിയാം. നല്ലൊരു മനുഷ്യനാണ്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ ഏത് രീതിയിലാണെങ്കിൽ പോലും അങ്ങനെ വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ പണ്ട് ഇച്ചിരി ഗൗരവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പം ഇച്ചിരി ഭയങ്കര ഫണ്ണായിട്ടാണ് ആള് പോകുന്നത്. എല്ലാ ഒരു തമാശ രീതിയിലാണ്. അപ്പോൾ അതാണ് ആൾക്കാർക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് കൂടുതൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. യൂട്യൂബേഴ്സ് ആരും ഇതിനെക്കുറിച്ച് വലുതായിട്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ടതും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് ഇന്ന് രാവിലത്തെ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. എന്നാലും എന്റെ ജിനൂസ് ഇട്ടാ സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർക്കെതിരെ കേസെടുത്തു. യുവനടിയുടെ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ജീനൂസ് 2.0 എന്ന പേരിലുള്ള ഒരു ജിനൂസ് 2.0 നേരത്തെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്തോ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ പറ്റി പിന്നെ 2.0 തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ ചില കോൺട്രവേഴ്സികൾ എന്താ പറയുക, ചെറിയ താത്തമാരൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയാറുള്ള ആ താത്ത വീട്ടിലൊക്കെ ചെന്നതാ. വീട്ടിൽ ചെന്ന് വലിയ ഷോ ഇറക്കി. ഇങ്ങനെ കൂടെയുള്ളവനെ ഡ്രൈവറിനെയൊക്കെ ഓടിച്ചിട്ട് ഞാൻ ആ ലൈവ് കണ്ടാണ്. ഞാൻ നോക്കുമ്പോൾ ഓടിച്ചിട്ട് പൊട്ടിച്ചെന്ന് അന്തസ്. എന്നിട്ട് അവസാനം താത്തയും ടീമും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്ന് പിന്നെ കാര്യങ്ങൾ അയാൾക്ക് പിന്നെ നല്ല ഹോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ് ഈ പറയുന്ന ജിനൂസിന്. പുള്ളിക്ക് ഇത് ആനവായ നമ്പടിങ്ങായിട്ടും കണ്ടാണ് ആ ഒരു കേസ് തൊട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഈ ഒരു കേസ് അദ്ദേഹത്തിന് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ഒരു പാവം മനുഷ്യനാണ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഇത്രയും വലിയ വിഷയമായിരിക്കുന്ന സമയത്ത് ഒരാളുടെ പേര് പറയാതെ ചില ക്ലൂകൾ കൊടുക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന പെൺകുട്ടിയുടെ സമ്മതം, ഓക്കെ ഞാൻ വന്ന് മീഡിയയുടെ മുമ്പിൽ ഇരിക്കാം, നിങ്ങൾ എന്നെ കാണിക്കുമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഇവിടുത്തെ നിയമം, ഇവിടുത്തെ സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. അതൊരു റൂളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ക്ലൂവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഉറപ്പായിട്ടും കേസും കാര്യങ്ങളായിട്ടൊക്കെ വരുമൊക്കെ ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി വെക്കാം. സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പരാതി. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള കേസിലെ അതിജീവിതക്കെതിരെയാണ്, അല്ലെങ്കിൽ അതിജീവിതയുടെ വിവരങ്ങളാണ് ഈ പറയുന്ന യൂട്യൂബർ പുറത്തുവിട്ടത്. ഇയാൾക്കെതിരെ പോലീസിൽ അതിജീവിത കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജിനൂസ് 2.0 എന്ന യൂട്യൂബർക്കെതിരെയാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിടുക, ഒപ്പം തന്നെ അവരെ സമൂഹത്തിന് മുന്നിൽ അപകീർത്തി എന്നുള്ള തുടങ്ങിയ വകുപ്പുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിജീവിതയും ഇക്കാര്യം തന്നെയാണ് തന്റെ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന് മുൻപിൽ അപമാനിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യൂട്യൂബർ തന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രത്യേകിച്ചും നമ്മൾക്കറിയാം, ഇത്തരത്തിൽ ലൈംഗിക അതിക്രമമെല്ലാം നേരിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അവരുടെ ഐഡന്റിറ്റി പുറത്ത് പറയരുത് എന്നുള്ളതാണ്. അവർ ആവശ്യപ്പെട്ടാൽ പോലും അത് പുറത്ത് പറയരുത് എന്നുള്ളതാണ്. എന്നാൽ ഈ ജിനൂസ് 2.0 എന്ന് പറയുന്ന യൂട്യൂബർ ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. ആ സ്ത്രീക്ക് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ അപമാനിക്കുന്ന തരത്തിലാണ് അയാൾ ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയാണ് തൃക്കാക്കര പോലീസിന് ലഭിച്ചിരിക്കുന്നതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സൈബർ പോലീസിലായിരുന്നു പരാതി നൽകിയിരുന്നത്. സൈബർ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് കേസെടുക്കാമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള കേസിൽ അതിലെ അതിജീവിതയെ അപമാനിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കേസും കാര്യങ്ങളും എടുക്കുകയൊക്കെ ചെയ്ത് ഇതിപ്പോൾ രാവിലെ അറിഞ്ഞൊരു ന്യൂസാണ്. ഇന്നലെയാണ് പോലീസ് ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതെന്ന് അറിയാൻ കഴിയുകയൊക്കെ ചെയ്തത്. ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം. ഞാൻ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി എണീച്ചപ്പോൾ ആദ്യം കാണുന്നൊരു ന്യൂസ് ഇതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ അയ്യോ ഈ ന്യൂസ് ഇടലോ പുള്ളി
പുള്ളിയുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, കാണുന്നവർ ബോറടിക്കത്തില്ല, നല്ല എൻ്റർടൈനറാണ്, ഭയങ്കര ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഈ പൃഥ്വിരാജിന്റെ ഡൂപ്പ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഈ ടിക്ടോക്ക് സമയത്തൊക്കെ. ഓരോരുത്തർ വിചാരിക്കും പേരൊക്കെ വന്ന് പറഞ്ഞ് അവരെ വിളിപ്പിക്കാൻ വേണ്ടി ഒരുത്തം വന്ന്. ഞാൻ പുള്ളിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. പുള്ളി എനിക്കറിയാം, ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കൊരു വിഷയം വന്ന സമയത്താണെങ്കിൽ അവിടെ പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കുക, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, എല്ലാ കാര്യങ്ങളും സംഭവം ഓക്കെ, ക്ലിയർ, സെറ്റ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നടക്കത്തില്ലെങ്കിൽ പോലും പുള്ളി അത് പക്കയായിട്ട്, പിന്നെ നല്ല മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനൊരു ഇത് പറ്റി കാണുമായിരിക്കും, അബദ്ധത്തെ വല്ലതും പറ്റിയായിരിക്കും. അല്ലാതെ ഈ നിയമത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ബോധമുള്ള ഒരു മനുഷ്യനാണ്. അവിടെ മോനെ നീ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, അത് നിനക്ക് പണി കിട്ടും, അതിങ്ങനെ കിട്ടും. എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കൂടുതലും പറഞ്ഞു തരുന്നൊരു വ്യക്തിയും കൂടെ ആയിരുന്നു. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഈ യൂട്യൂബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുക എന്താ ഇങ്ങനെയെന്ന്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. സിനിമാ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ യൂട്യൂബർ ജിനുവിന് ജാമ്യം. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സൈഫിനിസയുണ്ട് വിവരങ്ങളുമായി. സൈഫിനിസ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സരിക അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി എന്ന കേസിലാണ് ഈ യൂട്യൂബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. യൂട്യൂബർ ജിനുവിന്റെ ജിനൂസ് 2.0 ഫേസ്ബുക്ക് പേജിലൂടെയാണ് അതിജീവിതയുടെ പേര് ഇയാൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് യൂട്യൂബർ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നെ അറസ്റ്റ് ചെയ്തു. ഒളിവിലല്ലായിരുന്നു, അറസ്റ്റ് ചെയ്തതായിട്ടൊന്നും അറിയത്തില്ല. ഒളിവിലായിരുന്നെന്നാണ് പുള്ളി ഒളിവിലായിരുന്നെന്നുള്ള കാര്യമാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തു. അതിന് നടി പരാതി നൽകുകയായിരുന്നു. കൊച്ചി സൈബർ പോലീസിലാണ് പരാതി നൽകിയത്. ഇതിനടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ പിന്നീട് ജിനുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ യുവനടി തന്നെയാണ് ഈ യൂട്യൂബർക്കെതിരെയും തന്റെ പേര് വെളിപ്പെടുത്തുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞ് പരാതി നൽകിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇയാൾക്ക് കോടതി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നും ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒരു കാര്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യരുതുമെന്നും കർശന നിർദ്ദേശം നൽകിയാണ് ജിനുവിന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജിനുവിന് ജാമ്യം അനുവദിച്ചത്. കൊച്ചിയിൽ നിന്ന് സൈഫിനിസ അലിയാരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്റെ പൊന്നെ, അപ്പൊ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതി ജാമ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം, ജാമ്യം കിട്ടിയല്ലോ, സന്തോഷം. ഓക്കെ, ഇവിടുത്തെ നിയമത്തിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും മുൻഗണന കൂടുതലാണ്. ഓക്കെ, കൂടുതലൊന്നും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജിനൂസിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജിനൂസിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചുതരാം. ഫണ്ണാണ് പുള്ളി, ഫണ്ണെന്ന് വെച്ചാൽ ഫണ്ണാണ്. ഇതിവിടെ തീരത്തില്ല, അറിയുന്നവർക്ക് അറിയാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്റെ കുറ്റം കാണാനും എന്ന് ആണ് നേരം. എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് നമ്മൾ നെഞ്ചിലേറ്റിയ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസിഡറും ബാർ ഡാൻസറും ഒപ്പം തന്നെ സ്റ്റേജ് സിംഗറും മലയാളികളുടെ തമന്ന എന്ന വിളിപ്പേരുള്ള നമ്മളെല്ലാം പ്രിയപ്പെട്ട രേണുസുതി. രേണുസുതിയുമായി ബന്ധപ്പെട്ട് 2-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതേ രേണുസുതി തന്റെ വളർത്തു മകനായ കിച്ചുവുമായി വലിയ രീതിയിൽ ഉടക്കൊട്ടായിരിക്കുന്നു. കിച്ചു രേണുസുതിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിനെ തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണുസുതി ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. താരം ആത്മഹത്യയുടെ വക്കിലാണ്, ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നൊക്കെയുള്ള രീതിയിൽ വലിയ വേദനയിലായിരുന്നു താരത്തിന്റെ ആരാധകർ. ഇപ്പോഴിതാ താരം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. താരം മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില നിഗൂഢമായ സത്യങ്ങൾ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് പറഞ്ഞാണ്. അതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരട്ടെ, എന്താണ് താരത്തിന് ഏറ്റവും പുതുതായി വെളിപ്പെടുത്താനുള്ളത്? ഒരുപാട് പേര് എന്നെ വിളിച്ച് ഓക്കെ, പുള്ളി ഇതാണ്, പുള്ളി ഭയങ്കര ഫണ്ണാണ്, ഓക്കെയാണ്, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുക, മെയിനായിട്ട് അതാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു കേസ് ആയിട്ടാണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യം ഇനി ഇതുപോലെ ഫണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴൊന്നും കാണാനൊന്നും പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും ജാമ്യം കിട്ടിയില്ലേ. എന്തായാലും ഇപ്പം കൂടുതലും സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന രഞ്ജിത്ത്, പിന്നെ രേവതി വിഷയങ്ങളൊക്കെ പഴയതൊക്കെ കുത്തിപ്പൊക്കി വരുന്നുണ്ട്. പിന്നെ ഒരു ട്രാൻസ് വന്നിട്ട് ഈ പറഞ്ഞ രേവതി കോളിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ, വിരിച്ചിട്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിക്കുക.
ഐ ലവ് യു ഓൾ ഗൈസ്. എന്തായാലും പുള്ളി ഇറങ്ങിയല്ലോ, ഹാപ്പി.